Hi students, this is Nancy, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is my second lecture of digital marketing. We already discussed about what is digital marketing. In simply, we can say that whatever the products and services promote through digitally with the help of internet, we can call digital marketing. അതായത് ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രോഡക്ട്സോ സർവീസോ ഓൺലൈനായി മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് നേരത്തെ ലെക്ചറിൽ നാം പഠിച്ചു കഴിഞ്ഞു. Next is, what are the features of digital marketing? The main features of digital marketing are money saving, online communication, convenient user experience, 24/7 services, instant feedback, time saving. These are the main features of digital marketing. First one is money saving. മണി സേവിങ് എന്നാൽ ട്രഡീഷണൽ ബിസിനസ്സിൽ നാം പ്രിൻ്റ് മീഡിയ, ടെലിവിഷൻ എന്നിവിടങ്ങളിൽ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയും പ്രമോഷന് വേണ്ടിയും ധാരാളം മണി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കറക്റ്റ് ഓഡിയൻസിലേക്ക് വാസ്റ്റായിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ഈസ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ. ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് all the services are provided digitally. Third one is convenient user experience. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ കൺവീനിയൻറ്റ് പ്ലേസിലിരുന്ന് പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് 24/7 സർവീസസ്. അറ്റ് എനി ടൈം they can give services. അതായത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് ടൈമിൽ വേണമെങ്കിലും ഇതിൻ്റെ സർവീസ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് 24/7 സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്. കസ്റ്റമേഴ്സ് സർവീസോ പ്രോഡക്റ്റോ യൂസ് ചെയ്താൽ ഓൺ ദ സ്പോട്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഓൺലൈനിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, എല്ലാ മൊബൈൽ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്നതിന് ശേഷം കസ്റ്റമറിന് അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്കോ റേറ്റിംഗ് ആയിട്ട് ഓൺലൈനിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഡേറ്റാബേസ് പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ക്വാളിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ടൈം സേവിങ്. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒരു പ്രോബ്ലം അല്ലാതെ വരുന്നു. ബിക്കോസ് എനി ടൈം വി ക്യാൻ ആക്സസ് ദ സർവീസ് വിത്തൗട്ട് എനി ജോഗ്രഫിക്കൽ ബാരിയർ. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് digital marketing. First one, money saving. Second one, online communication. Third one, convenient user experience. Fourth one, 24/7 services. Fifth one, instant feedback. And the last one is time saving. Next is the scope of digital marketing. Opportunities for a digital marketing professional are huge in India. Internet users have reached up to around 463 million. India has become the country with the world's third largest internet population. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നതോടെ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടുന്നുണ്ട്. നമുക്കറിയാം, ഓരോ ദിവസം കഴിയുന്തോറും ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇൻ്റർനെറ്റ് ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്.
So the scope of digital marketing is huge in India. 300 million will get added to the population accessing the internet in India within next 3 years. The industry has approximately 8 lakhs job options at present. ഏകദേശം 8 ലക്ഷം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതുവരെ നമ്മൾ നോക്കിയത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ദ സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ഗോയിങ് ടു what are the job opportunities provided by digital marketing. First one is digital marketing manager, second one content marketing manager, third one content writers, fourth one inbound marketing manager, fifth one social media marketing experts or specialists, sixth one search engine marketers, seventh one SEO executives, that means search engine optimizer executives, then conversion rate optimizer, and the last one is copywriters. These are the job opportunities provided by digital marketing. Then going to what are the challenges in digital marketing. The main challenges of digital marketing are low percentage of computer penetration, internet connectivity, low percentage of surfers entering into the online transaction, credit card, cyber security, cyber crime, loss of personal touch in shopping, legal issues, mistaken purchase or auctions. Once again, a low percentage of computer penetration, internet connectivity, low percentage of surfers entering into the online transaction, credit card, cyber security, cyber crime, loss of personal touch in shopping, legal issues, that means trademark, domain name, copyright, jurisdiction issues, etc. And the last one is mistaken purchase or auctions. അപ്പം ഇതുവരെ നമ്മൾ നോക്കിയത് സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ചാലഞ്ചസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത്രയും കേട്ട് പഠിച്ചതിന് ശേഷം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ അയയ്ക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? സെക്കൻഡ് വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. തേർഡ് വൺ, what are the job opportunities of digital marketing? And the last question is, what are the challenges in digital marketing? 2018 സിലബസ് പ്രകാരമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിക്കുക. താങ്ക് യു.